പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലേഹ്യത്തിൻ്റെ രസം. ഈ കഥ കേൾക്കൂ. ഡിങ്കു, ഇതാ നല്ല രസമുണ്ട്, നിനക്ക് വേണോ? സിംബൻ കുറുക്കൻ ചോദിച്ചു. എന്താണിത്, ചുമക്കി കഴിക്കുന്ന ലേഹ്യമോ? എനിക്ക് വേണ്ട, ഡിങ്കുമാൻ പറഞ്ഞു. ഇത് വെറും ലേഹ്യമല്ല, ആരോഗ്യം നൽകുന്ന നല്ല രസകരമായ ലേഹ്യമാണ്. ഈ ലേഹ്യം കഴിച്ചാൽ നല്ല ഉണർവും ഉന്മേഷവും ആരോഗ്യവും ഉണ്ടാകും, സിംബൻ കുറുക്കൻ പറഞ്ഞു. അതെന്തു ലേഹ്യം? ഏതു വൈദ്യനാണ് ഉണ്ടാക്കുന്നത്? അതൊക്കെയുണ്ട്, നിനക്ക് വേണോ? എനിക്ക് വേണ്ട. കണ്ട കാട്ടുമരുന്ന് കഴിച്ചു വയറ് കേടാക്കാൻ ഞാനില്ല. വയറൊന്നും കേടാവില്ല, ജിമ്മിൽ പോയി അഭ്യാസം കാട്ടുന്നവർ കഴിക്കുന്ന മരുന്നാണിത്, സിംബൻ പ്രോത്സാഹിപ്പിച്ചു. എങ്കിൽ നോക്കട്ടെ. പിന്നിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടി. കുട്ടിക്കൊമ്പൻ ബിംബു. അയ്യോ ചേട്ടാ, ചേട്ടൻ ഇത് കഴിച്ചാൽ ശരിയാവില്ല. സിംബൻ മരുന്ന് മാറ്റിവെച്ചു. ബിംബു സമ്മതിച്ചില്ല. അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ബലമായി ലേഹ്യം തട്ടിപ്പറിച്ചെടുത്ത് അകത്താക്കി. എരിവും മധുരവും പുളിയും നിറഞ്ഞ പ്രത്യേക രുചി. അവൻ ലേഹ്യം ആസ്വദിച്ച് കഴിച്ചു. നിമിഷനേരം കൊണ്ട് ലേഹ്യം മുഴുവനും തീർന്നു. ഒരു തരി തൊട്ടു തേച്ചാൽ മത്തുപിടിപ്പിക്കുന്ന മയക്കുമരുന്നായിരുന്നു അത്. ലഹരിമരുന്ന് കഴിച്ച ബിംബു മദം പൊട്ടിയ അവസ്ഥയിലായി. മുന്നിൽ കണ്ട കുറുക്കനെ തന്നെ അവൻ ആദ്യം തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് കറക്കി എറിഞ്ഞു. പിന്നീട് അവിടെ കണ്ടത് ബിംബുവിൻ്റെ വിളയാട്ടമായിരുന്നു. ചുറ്റുപാടും കണ്ട മരങ്ങളും ചെടികളുമെല്ലാം അവൻ പിഴുതെറിഞ്ഞു. കൊച്ചു കൊച്ചു ചെടികൾ ചവിട്ടി അരച്ചു. അക്കൂട്ടത്തിൽ കുറുക്കച്ചൻ ലേഹ്യമുണ്ടാക്കാൻ ഉപയോഗിച്ച ലഹരി ഇലകളും ഉണ്ടായിരുന്നു. ഇതു മനസ്സിലാക്കിയ ഡിങ്കു സമാധാനത്തോടെ പറഞ്ഞു, ഹാവൂ ഭാഗ്യം, ആനച്ചേട്ടൻ മയക്കുചെടി മുഴുവനും വേരോടെ നശിപ്പിച്ചല്ലോ. നല്ല കാര്യം. ആനച്ചേട്ടൻ്റെ ഏറിൻ്റെ ശക്തിയിൽ സാരമായ പരിക്കു പറ്റിയ കുറുക്കച്ചൻ അപ്പോഴും ബോധമില്ലാതെ കുറ്റിക്കാട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു.